ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ നൂർജഹാൻ. അപ്പം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇന്നപ്പം ആഴ്ചയാണ്. അപ്പം ഇന്ന് എനിക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു. ഇവന്റ് വന്നിട്ട് നമ്മളെ പെരുമ്പാവൂരും കഴിഞ്ഞ് പോണം സ്ഥലം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ അങ്ങോട്ട് പോവല്ലേ, അപ്പൊ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ രാവിലെയാണ് സമയം, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എന്തായാലും കുളിച്ചെല്ലാം കഴിഞ്ഞ് സിമ്പിളായിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഇവന്റ് എന്ന് വെച്ചാൽ വെഡിങ് ആണ്. അപ്പം 11 മണിക്ക് അവിടെ എത്തണം. അപ്പൊ ഇവിടുന്ന് ഇപ്പം പരിചയമില്ലാത്ത സ്ഥലം കണ്ടിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നുള്ളൂ, വേറെ ഇതൊന്നുമില്ല. പിന്നെ ഒറ്റക്കാണ് പോണത്. അപ്പം ബസ്സിനായിരിക്കും പോണത്. വണ്ടി 2 വീലർ വീട്ടിലുണ്ട്, പക്ഷെ ഒരെണ്ണം ഉമ്മയുടെയാണ്. അത് ഉമ്മക്ക് പുറത്തു പോകാനായിട്ട്, അപ്പൊ ഉമ്മ കൊണ്ടുപോകും. അപ്പം ഞാൻ എന്തായാലും ബസ്സിനായിരിക്കും പോണത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും എല്ലാം. അപ്പൊ ഗൈസ് ദേ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പം നടക്കുവാണ് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടപ്പുണ്ട്. ഓൾറെഡി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. അപ്പൊ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അതേ ബസ് കയറിയിട്ടുണ്ട്. KSRTC ബസ്സാണ്. അത് കയറിയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ എന്താ പറയാ, ബസ്സിൽ വെച്ചെടുക്കുവാണ്. അപ്പം കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാക്സിമം ഞാൻ ആൾക്കാർ ശ്രദ്ധിക്കാതെ എടുക്കാനുള്ള ലെവലിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ബസ്സില്ല. അപ്പം സ്റ്റാൻഡിൽ പോയിട്ട് കയറണം. അപ്പൊ അങ്ങനെ ഒത്തിരി ഞാൻ ഒരു 5 ബസ്സെങ്കിലും ഞാൻ മിനിമം കയറിയിട്ടുണ്ടാകും. പിന്നെ ഈ ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതപ്പോ നമ്മളെ ലൊക്കേഷൻ വന്നിട്ട് പെരുമ്പാവൂര് ആണ്. പെരുമ്പാവൂര് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്ത പ്രൈവറ്റ് ബസ് കയറിയിട്ട് പിന്നെ ഉള്ളിലേക്ക് പോകണം കുറച്ച്. അപ്പം ഉള്ളിലേക്ക് പോകണം. നമ്മളെ നെടുങ്ങപ്ര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇവന്റ് ഉണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ 2-3 ദിവസം കൊണ്ടിട്ട് തൊണ്ടവേദന ഉണ്ട്. അതാണ് തൊണ്ടക്ക് ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അതാണ് സംസാരിക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവുന്നതായിട്ട്. എന്നോട് ക്ഷമിക്കണം. പിന്നെ എന്താ പറയാ, വെയിലുണ്ടായിരുന്നു നല്ലപോലെ. അതേ ഇപ്പൊ ഞാൻ ഷട്ടറൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ 11 മണിക്ക് അവിടെ എത്തണം, ആ ലെവലായിരുന്നു. അപ്പൊ അതേ ബസ് ഇറങ്ങി, പെരുമ്പാവൂര് ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതേ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ അതേ അടുത്തുള്ള മലബാർ പ്ലാസ എന്ന് പറഞ്ഞ ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കോഫിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോഫിയും പൊറോട്ടയും മുട്ടക്കറിയും കൂട്ടിയിട്ട് ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 10. അപ്പൊ നല്ല വിശപ്പുണ്ടാവും. ഞാൻ തലേന്ന് രാത്രി 6 മണിക്കാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്കുമാണ്, ബസ് സ്റ്റാൻഡ് എന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കുമാണ് പെരുമ്പാവൂര്. അവിടുന്ന് ബസ് കയറി നമ്മള് നെടുങ്ങാപ്രയാണ് നമ്മളെ സ്ഥലം. അങ്ങോട്ടേക്ക് ബസ് കയറിയിട്ടുണ്ട്. കോട്ടപ്പടി ബസ്സാണ് കയറിയേക്കണം. അപ്പം ബസ്സിൽ കയറിയിരിക്കുകയാണ്. വെയില് എന്റെ പൊന്നോ, അൺസഹിക്കബിൾ വെയിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ നല്ല പോലെ പുഴുത്തിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ട്. ഒരു രക്ഷയില്ല, അമ്മാതിരി വെയിലായിരുന്നു. ഞാന് ഫസ്റ്റ് ടൈമാണ് പെരുമ്പാവൂര്. ഫസ്റ്റ് ടൈം ആണോന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. എന്നെങ്കിലും അറിവ് വെച്ചിട്ട് പെരുമ്പാവൂര് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നണം. അപ്പൊ ഞാൻ എന്തായാലും സ്ഥലമൊക്കെ കണ്ട് ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഈ ഇവന്റ് നടക്കുന്ന ചർച്ചിലേക്ക്. അപ്പം കൊട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊട പിടിച്ച് നടക്കുമായിരുന്നു. ഗൈസ് വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. 11 മണിയൊക്കെയാണ് സമയം അവിടെ എത്തണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ എന്റെ കൂട്ടുകാരത്തി, അവള് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് റോഡ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ നടന്നുപോയ വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഗൈസ്. അപ്പൊ നമ്മളാ ചർച്ച് എത്തിയിട്ടുണ്ട്, വെഡിങ് നടക്കണ സ്ഥലം എത്തിയിട്ടുണ്ട്. കൊറേ വെയിലൊക്കെ കൊണ്ടിട്ടാ ഞാൻ കറുത്തു പോയി ഗൈസ്. അയ്യോ, ഇതാ ചർച്ച്. ബ്ലറാണല്ലോ. എന്റെ കൂട്ടുകാരത്തി വന്നിട്ടുണ്ടായിരുന്നു. അവള് വിളിച്ചിട്ടും വന്ന്. ഓള് കാണിക്കൂല, ഫേസ് കാണിക്കൂല, ഭയങ്കര ഷൈയ ആണോടി? ഷൈ ആണോ നീ?
അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഹാള്. നമ്മൾ ചർച്ചിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഈ ഹാളുള്ളത്. ഹാളിൻ്റെ പേര് സെൻറ്റ് ആൻ്റണീസ് പാരിഷ് ഹാൾ എന്നാണ്. അപ്പം ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പം അതായത് ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്, പേരും ഉണ്ട്. അപ്പം ഇവിടെ ജ്യൂസ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇതാണ് കേട്ടോ പേര്, ജെയ്സൺ കമൽ. പിന്നെ ഇതാണ് ചെക്കനും പെണ്ണും ഫോട്ടോ ഉണ്ട്. അപ്പം ഇതാണ് ഹാളിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കേട്ടോ. നല്ല ഭംഗിക്ക് തന്നെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ഫുഡ് കൗണ്ടറും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പം ഇവൻ്റെ സ്റ്റാർട്ട് ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡാൻസും പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റേ ഡെസേർട്ട്സ്, ഈ സൈഡ് ഡിഷുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയായിരുന്നു ഇത്. നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുവാണ്. അപ്പം ബിരിയാണി കഴിഞ്ഞു പോയായിരുന്നു. അപ്പം ഞങ്ങൾ ചോറ് എടുത്തിട്ട് കഴിക്കുവാണ്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബസ് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ കോട്ടപ്പടി സൈഡിലായിട്ടാണ്. അപ്പം എന്താ പറയുക, മറ്റേ ഈ ടൈമൊക്കെ ഉണ്ട് ബസ്സിന്. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് ബസ്സൊക്കെ വന്നത്. അപ്പോൾ എത്ര മണിക്കാണെന്ന് പറഞ്ഞാൽ 3:50 ഇനി ബസ്. ഇപ്പോൾ സമയം 3:45 ഇനി ഒരു 5 മിനിറ്റും കൂടി ബസ് സ്റ്റോപ്പിൽ പോസ്റ്റാണ് ഫസ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കൊച്ചിയിലേക്ക് ബസ് കയറാൻ പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ബസ്സൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ബസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നായിരുന്നു. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം പെരുമ്പാവൂർ ബസ്സാണ്. പെരുമ്പാവൂർ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആലുവക്ക് ബസ് കയറിയിട്ട് പോകണം. എന്നിട്ട് ആലുവയിൽ നിന്ന് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഇതായിരുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതേതാണ് അപ്പം എൻ്റെ കൂട്ടുകാരത്തെ അവസാനം അവളുടെ ഫേസ് കാണിച്ചു ഗൈസ്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി. അതെന്ന് വെച്ചാൽ അവൾ ഫസ്റ്റ് ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെങ്കിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവൾ ഫേസ് കാണിച്ചു ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.